Hi, my name is Leema Prasad. I'm a senior nursing lecturer. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. BSc നഴ്സിങ്ങിൻ്റെ 4th സെമ്മിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ഇപ്പോൾ ഫാർമക്കോളജിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫാർമക്കോളജിയിലെ 2nd വോള്യത്തിലെ 3ാമത്തെ ചാപ്റ്റർ ഡ്രഗ്സ് ആക്ടിങ് ഓൺ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതാണിപ്പോൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് NSAIDs ആണ്. NSAIDs എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. ഓക്കെ, സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് അനാൽജസിക്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? വേദന സംഹാരി. ഓക്കെ, സോ അനാൽജസിക്സിനകത്ത് വേദന സംഹാരിക്കകത്ത് 2 കാറ്റഗറി വരുന്നുണ്ട്. ഒന്ന് ഒപ്പിയോയിഡ് അനാൽജസിക്സ്, ഒപ്പിയോയിഡ് അല്ലെങ്കിൽ നാർക്കോട്ടിക് അനാൽജസിക്സ്. 2 NSAID ഓർ നോൺ ഒപ്പിയോയിഡ് അനാൽജസിക്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അനാൽജസിക്സിന് 2 കാറ്റഗറിയാണുള്ളത്. ഒപ്പിയോയിഡ് അനാൽജസിക്സ് ഓർ നാർക്കോട്ടിക്സ്. രണ്ടാമത്തെ കാറ്റഗറി നോൺ ഒപ്പിയോയിഡ് അനാൽജസിക്സ് അല്ലെങ്കിൽ NSAID. ഓക്കെ, സോ ഈ ഒപ്പിയോയിഡ് അനാൽജസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മോഡറേറ്റ് ടു സിവിയർ പെയിൻ. ഓക്കെ, മോഡറേറ്റ് ടു സിവിയർ പെയിനിന് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് നമ്മുടെ ഒപ്പിയോയിഡ് അനാൽജസിക്സ്. അതിന് കുറച്ച് സെഡേഷൻ ഉണ്ടാകും. സെഡേഷനോട് കൂടെയാണ് ഈ അനാൽജസിക്സ് എഫക്റ്റ് ഇവർക്ക് വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി NSAID എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. ഇതും ഒരു അനാൽജസിക്സ് എഫക്റ്റ് ഉള്ള ഡ്രഗ് തന്നെയാണ്. ഇത് മൈൽഡ് ടു മോഡറേറ്റ് പെയിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് സെഡേഷൻ എഫക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഓവർ ദ കൗണ്ടറായിട്ടൊക്കെ കിട്ടുന്ന തരത്തിലുള്ള മരുന്നുകളാണ് NSAID. ഓക്കെ, അപ്പോൾ NSAIDനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഡ്രഗ് വാട്ട് ഈസ് NSAID എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ സ്റ്റിറോയിഡ് അല്ലാത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ് NSAIDs എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് വേറെയും കുറച്ച് ആക്ഷൻസുകളുണ്ട്. ഇത് നോൺ സ്റ്റിറോയിഡ് ആണ് ഒന്നാമത്തെ കാര്യം. ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അനാൽജസിക് എഫക്റ്റ് ഉണ്ട്. വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കാം, ഇൻഫ്ലമേഷനെതിരായിട്ട് ഉപയോഗിക്കാം. പിന്നെ ആൻറ്റി പൈററ്റിക് ആക്ഷൻ ഉണ്ട്. ഓക്കെ, ആൻറ്റി പൈററ്റിക് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫീവർ, ഓക്കെ, ബോഡി ടെമ്പറേച്ചറിനെ കുറയ്ക്കാനായിട്ടും നമുക്കിത് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയുള്ള ആൻറ്റി പൈററ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, അനാൽജസിക്സ് ഈ പറയുന്ന ആക്ഷനുകളൊക്കെ ഉള്ള മരുന്നുകളാണ് NSAIDs എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുവാനാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്നൊരു കെമിക്കലുണ്ട്. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ നോർമലായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ജോലി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ യൂട്രസിലെ മയോമെട്രിയം എന്ന് പറയുന്ന ടിഷ്യൂസിനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സ്റ്റൊമക്ക് ലൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ബോഡിയിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ബ്രോങ്കിയൽ ടോൺ, നമ്മുടെ ലങ്സിലെ ബ്രോങ്കിയൽ ടിഷ്യൂസിൻ്റെയൊക്കെ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയുള്ള കുറച്ച് നല്ല ഫങ്ഷൻസൊക്കെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിനുണ്ട്. അതുപോലെ നമ്മുടെ ഫീറ്റൽ ലൈഫിൽ ഫീറ്റസിൻ്റെ ഡക്ടസ് ആർട്ടീരിയോസിസ്, അവരുടെ ഹാർട്ടിൻ്റെ സർക്കുലേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡക്ടസ് ആർട്ടീരിയോസിൻ്റെ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ജോലിയാണ്. ഓക്കെ, സോ അപ്പം ഇത് നോർമലായിട്ടുള്ള കാര്യം. ഇനി ഇത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഫീവർ വരുമ്പോഴോ ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ ഡാമേജൊക്കെ വരുന്ന സമയത്ത് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് കൂടും. ആ അളവ് കൂടുന്ന സമയത്താണ് നമ്മൾ വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ അളവിനെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നത് കുറയ്ക്കാം. പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ NSAID ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവിനെ കുറയ്ക്കും. ഓക്കെ, സോ അപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുന്നത് നമ്മുടെ ബോഡിയിൽ ടിഷ്യൂ ഇഞ്ചുറി വരുവാണെങ്കിൽ, ടിഷ്യൂ ഡാമേജ് ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫോസ്ഫോലിപ്പിഡ്സ് എന്നുള്ള കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ് അരക്കിഡോണിക് ആസിഡ് എന്നുള്ള ഒരു കെമിക്കൽസിനെ ക്രിയേറ്റ് ചെയ്യും. അരക്കിഡോണിക് ആസിഡ്. ഓക്കെ, ഈ അരക്കിഡോണിക് ആസിഡാണ് പിന്നീട് പ്രോസ്റ്റാഗ്ലാൻഡിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോസ്റ്റാഗ്ലാൻഡിനായിട്ട് മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ കൂടുതൽ വേദന നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഫോർമേഷനെ തടഞ്ഞു നിർത്തുവാണെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദന നമുക്ക് എക്സ്പീരിയൻസ്
ചെയ്യുന്നത് കുറയ്ക്കാം. അപ്പോൾ NSAID ചെയ്യുന്നത് ഈ ഇൻഹിബിഷൻ ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിനാണ്. ഓക്കെ, ഇപ്പം പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാകുന്ന ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി അനാൽജസിക് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഒരു ആൻറ്റി അഗ്രിഗേറ്ററി എഫക്റ്റ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ തടയുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട് ഈ NSAIDസിന്. അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ യൂഷ്വലായി പറയുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ തടയുന്ന മരുന്ന് ആസ്പിരിൻ നമുക്കതിന് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, സോ കാരണം ഈ MIയോ സ്ട്രോക്കോ ഒക്കെ വന്നതിന് ശേഷം അവരുടെ ബോഡിയിൽ ഓൾറെഡി ടിഷ്യൂ ഡാമേജ് വന്നു. അപ്പോൾ ഒരു ആൻറ്റിബോഡി റിയാക്ഷൻ പോലെ നമ്മുടെ ഫോറിൻ ബോഡി പോലെ നോക്കിയിട്ട് പ്ലേറ്റ്ലെറ്റൊക്കെ അങ്ങോട്ട് വന്ന് അവിടെ ഒരു ആൻറ്റിബോഡി റിയാക്ഷനും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനും ക്ലോട്ട് ഫോർമേഷനും പിന്നെ ഫർദർ ടിഷ്യൂ ഡാമേജ് വരും. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആൻറ്റി അഗ്രിഗേഷൻ ഡ്രഗ് എന്ന നിലയ്ക്ക് ആസ്പിരിൻ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആൻറ്റി അഗ്രിഗേറ്ററി എഫക്റ്റ് പ്ലേറ്റ്ലെറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എഫക്റ്റും കൂടെ ഈ NSAIDസിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വാട്ട് ഈസ് NSAIDs എന്ന് നോക്കി അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണെന്നും പറഞ്ഞു. ഓക്കെ, പിന്നെ ഉള്ളത് ഇൻഡിക്കേഷൻസ്, എപ്പോഴാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഏതൊക്കെ കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആൻറ്റി പൈററ്റിക് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫീവർ വരുന്ന കേസുകളിൽ ഇത് കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചർ ഉള്ള ഒരാൾക്ക് ഈ മരുന്ന് കൊടുത്തത് കൊണ്ട് അവരുടെ ബോഡി ടെമ്പറേച്ചർ ഒരിക്കലും കുറയില്ല. നോർമലിനേക്കാളും കൂടിയ അളവിൽ ഫീവറിൻ്റെ അളവിൽ ടെമ്പറേച്ചർ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അവരുടെ ബോഡി ടെമ്പറേച്ചർ വിൽ കം ഡൗൺ ടു നോർമൽ ലെവൽ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NSAID കഴിക്കുമ്പോൾ നമ്മുടെ സ്കിൻ സർഫേസിലുള്ള ബ്ലഡ് വെസൽസ് എല്ലാം വാസോ ഡൈലേഷൻ നടക്കും, ബ്ലഡ് വെസൽസ് വലുതാവും. അപ്പോൾ ഈ സ്കിൻ സർഫേസിലുള്ള സർക്കുലേഷൻ കൂടുകയും ഭയങ്കരമായിട്ട് സ്വെറ്റ് ഉണ്ടാകും, പ്രൊഫ്യൂസ്ഡ് സ്വെറ്റിംഗ് ഉണ്ടാകും. സ്വെറ്റ് ആവുന്നത് വഴി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വിൽ കം ഡൗൺ. അതാണ് ആൻറ്റി പൈററ്റിക് ആക്ഷനിനകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫീവറിൻ്റെ സമയത്ത് നമുക്ക് ഈ ഡ്രഗ്സ് കൊടുക്കാം. പിന്നെ ഇത് പെയിനിന് വേണ്ടി കൊടുക്കാം, അതാണ് അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ. മൈൽഡ് ടു മോഡറേറ്റ് പെയിനിന് നമുക്കിത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ നമ്മുടെ സാധാരണ രീതിയിലുള്ള തലവേദന, കഴുത്ത് വേദന, കൈവേദന, കാലുവേദന തുടങ്ങിയ അത്യാവശ്യം പല്ലുവേദനയോ അങ്ങനെ അത്യാവശ്യം നോർമലായിട്ട് വരുന്ന എല്ലാ വേദനകൾക്കും നമുക്കിത് കൊടുക്കാം. പക്ഷേ വിസറൽ പെയിൻ, അതായത് നമുക്ക് കിഡ്നി സ്റ്റോണോ യൂറിനറി ബ്ലാഡറിനോ അങ്ങനെയൊക്കെയുള്ള വിസറൽ ഓർഗൻസിന് വരുന്ന വേദനയാണെങ്കിൽ ഈ NSAIDs അല്ല കൊടുക്കുന്നത്, അതിന് വേറെ ഡ്രഗാണ് കൊടുക്കുന്നത്. ഓക്കെ, അല്ലാതെ സാധാരണ രീതിയിലുള്ള വേദനകൾക്ക് തലവേദന, കഴുത്തുവേദന, കൈവേദന, കാൽവേദന, പല്ലുവേദന തുടങ്ങിയ അത്യാവശ്യം നോർമൽ രീതിയിലുള്ള വേദനകൾക്കൊക്കെ NSAIDs പെയിൻ കില്ലറായിട്ട് അല്ലെങ്കിൽ അനാൽജസിക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റാണ് ആൻറ്റി ഇൻഫ്ലമേഷൻ. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർത്രൈറ്റിസിന് ഇത് ഉപയോഗിക്കാം. നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആകട്ടെ, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ അതുപോലെയുള്ളതിനൊക്കെ വേദനയും ഉണ്ടാകും, ഇൻഫ്ലമേഷനും ഉണ്ടാകും. അപ്പോൾ ആ ഇൻഫ്ലമേഷനെ മാറ്റി വേദനയും കുറയ്ക്കാൻ രണ്ട് ആക്ഷനും കൂടെ ഈ ഒരൊറ്റ ഡ്രഗിൽ സാധിക്കും. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആൻറ്റി അഗ്രിഗേറ്ററി ഏജൻ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ MI വന്നതിന് ശേഷം അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നതിന് ശേഷം, ക്ലോട്ട് കാരണം ഉണ്ടായ സ്ട്രോക്ക്, ഓക്കെ, അങ്ങനെയുള്ള കേസിലൊക്കെ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അഗ്രിഗേഷനെ കുറയ്ക്കാനായിട്ട് നമുക്ക് NSAID ഉപയോഗിക്കാം. എക്സാമ്പിൾ ആസ്പിരിനാണ് അതിന് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ, ഏതൊക്കെ സമയത്ത് ഈ ഡ്രഗ് കൊടുക്കുമെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ എപ്പോഴൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. കൊടുക്കാൻ പാടില്ലാത്ത പേഷ്യൻറ്റിന് ഈ ഡ്രഗ്സിന് ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാകും. കാരണം ആസ്പിരിൻ നമ്മൾ ബ്ലീഡിങ് ടെൻഡൻസി പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് NSAIDs ഒന്നും കൊടുക്കത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, അതായത് ഡ്രഗ് അലർജി, എല്ലാ ഡ്രഗിനും ഏത് ഡ്രഗ് എടുത്താലും നമുക്ക് പറയാം ആ ഡ്രഗിനോട് ഡ്രഗ് അലർജിയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളത് കൊടുക്കത്തില്ല. പിന്നെ പെപ്റ്റിക് അൾസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാകും. പെപ്റ്റിക് അൾസറുള്ള സ്ഥലത്ത് നിന്ന് ബ്ലീഡിങ് ഉണ്ടാകും. അതുകൊണ്ട് പെപ്റ്റിക് അൾസർ പോലെയുള്ള സ്റ്റൊമക് അൾസറോ പെപ്റ്റിക് അൾസറോ ഉള്ള ആൾക്കാർക്ക് NSAID നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ലിവർ ഡാമേജ്, എന്തെങ്കിലും ലിവർ ഡാമേജോ
റീനൽ ഡാമേജോ ഉള്ള പേഷ്യൻ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റും റീനൽ ഫങ്ഷൻ ടെസ്റ്റും നടത്തി ലിവർ ഡാമേജും റീനൽ ഫങ്ഷനും ഒന്നും പ്രശ്നമില്ലയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഡ്രഗ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കരുത്. പിന്നീട് ചിക്കൻ പോക്സോ ഇൻഫ്ലുവൻസയോ ഒക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഓക്കെ. സോ ചിൽഡ്രൻ വിത്ത് ഇൻഫ്ലുവൻസ ഓർ ചിക്കൻ പോക്സ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കേസിലൊന്നും ഇത് നമ്മൾ കൊടുക്കാറില്ല. വേറെ ഡ്രഗ് ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ. പിന്നെ പ്രഗ്നൻസിയിലും വിത്ത് കോഷൻ. പ്രഗ്നൻസിയിൽ ആസ്പിരിൻ കൊടുക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പോൾ അത് നമ്മൾ പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. പ്രഗ്നൻസിയിൽ സാധാരണ രീതിയിൽ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കില്ല. പക്ഷേ പേഷ്യൻറ്റിന് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് അബോർഷനോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസൻ്റൽ സർക്കുലേഷൻ എന്തെങ്കിലും കോംപ്രമൈസ്ഡ് ആണ്, അപ്പോൾ പ്ലാസൻ്റൽ സർക്കുലേഷന് കൂട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആസ്പിരിൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ കോഷനായിട്ട് പ്രഗ്നൻസിയിൽ ചില കേസിൽ കൊടുക്കില്ല, ചില കേസിൽ കൊടുക്കാം. ഓക്കെ. സോ ഇതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ ഡ്രഗിൻ്റെ ഇൻഡിക്കേഷൻ കഴിഞ്ഞു, കോൺട്രാ ഇൻഡിക്കേഷൻ കഴിഞ്ഞു. ഇനി അഡ്വേഴ്സ് റിയാക്ഷനാണ്. അഡ്വേഴ്സ് റിയാക്ഷനായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് മെയിനായിട്ടും വരുന്നൊരു പ്രശ്നം ബ്ലീഡിങ് തന്നെ. ഓക്കെ. സോ GI ബ്ലീഡിങ് ആണ് കൂടുതലും പറയുന്നത്. ഈ ഡ്രഗ് NSAIDs എല്ലാം തന്നെ സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ടാക്കും. സ്റ്റൊമക് അപ്സെറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നോസിയ, വോമിറ്റിംഗ്, പിന്നെ ഡയേറിയ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സൈഡ് എഫക്റ്റുകളാണ്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ഇൻ സ്വാലോവിങ് വരും. ഓക്കെ. എന്തെങ്കിലും ലൂസ് ടൂൾസൊക്കെ ഉണ്ടാകും. ചില ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെഡേക്ക് വരാം ഈ ഡ്രഗ് കഴിച്ചതിന് ശേഷം. പിന്നെ ടിനീറ്റസ്, എന്തെങ്കിലും റിങ്ങിങ് സൗണ്ട്, അതൊക്കെ ടോക്സിക് ലെവലിലേക്ക് വരുമ്പോഴാണ് റിങ്ങിങ് സൗണ്ടൊക്കെ കേൾക്കുന്നത്. അത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. പിന്നെ റീനൽ ടോക്സിസിറ്റി, റീനൽ പ്രോബ്ലംസും ലിവർ ഡാമേജും ഒക്കെ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ട്. നോർമൽ പേഷ്യൻ്റ് ആണെങ്കിൽ വരത്തില്ല. ഓൾറെഡി ലിവർ ഡാമേജോ റീനൽ ഡാമേജോ ഒക്കെ ഉള്ള പേഷ്യൻസിന് ഇത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കൂടാനുള്ള ഒരു കാരണമായിട്ട് വരാറുണ്ട്. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മൾ അഡ്വേഴ്സ് റിയാക്ഷനകത്ത് പറയാൻ പറ്റുന്നത്. പിന്നെ സാലിസിലിസം എന്ന് പറയും. സാലിസിലിക് ആസിഡ് ആസ്പിരിനാണ്. ഓക്കെ. സോ അപ്പോൾ സാലിസിലിസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും. അതായത് ഈ ഡ്രഗ് നമ്മൾ അളവിൽ കൂടുതൽ, ഇപ്പം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിയ അളവിൽ ഈ ഡ്രഗ് കൊടുത്താൽ മാത്രമേ ഈ ഡ്രഗ്സിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ വരത്തുള്ളൂ. ചെറിയ അളവിൽ കൊടുത്താൽ നമ്മൾ അനാൽജസിക്സ് എഫക്റ്റും ആൻറ്റിപൈററ്റിക്കും ഒക്കെ വരും. പക്ഷേ കൂടിയ അളവിൽ കൊടുത്താൽ മാത്രമേ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ 3 ഗ്രാംസോ 4 ഗ്രാംസോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും ഒരു ദിവസം തന്നെ പെർ ഡേ. അപ്പോൾ 3 to 5 ഗ്രാം പെർ ഡേ കൊടുക്കുകയാണെങ്കിലാണ് നമ്മുടെ സാലിസിലിസം എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. ഡ്രഗ് അവരുടെ ബോഡി അതിനെ എക്സ്ക്രീഷൻ പ്രോപ്പറായിട്ടൊന്നും നടന്നില്ല, അവരുടെ ബോഡി വെയിറ്റ് ഒക്കെ കുറവാണെങ്കിൽ സാലിസിലിസം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകാം. അപ്പോഴാണ് ഇവർക്ക് ഈ ടോക്സിക് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് ഡ്രഗ് അവരുടെ ബോഡിയിൽ വരും. ആ സമയത്ത് അവർക്ക് മറ്റേ ടിനിറ്റസ് ഉണ്ടാകും, റിങ്ങിങ് സൗണ്ട് കേൾക്കും ചെവിയിൽ, അവർക്ക് ഡിസിനെസ്, വെർട്ടിഗോ, ഹൈപ്പർ ടെൻഷൻ, പിന്നെ കൺവൽഷനൊക്കെ വരാം. ഓക്കെ. സോ പിന്നെ എന്തെങ്കിലും ഭയങ്കര ഒരു മെൻ്റൽ എക്സൈറ്റ്മെൻറ്റിലൊക്കെ തോന്നും. സോ അങ്ങനെയുള്ള ഒരവസ്ഥയിലൊക്കെ വരാം. ഇതൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇതിൻ്റെ. ഓക്കെ. ദീസ് ആർ ദ കോമൺ സൈഡ് എഫക്റ്റ്. ഇനി ടാബ്ലറ്റ് ഓവർ ഡോസ് വരുവാണെങ്കിൽ ചിലർ ഈ പറഞ്ഞ പോലെ പോയ്സണിങ്ങിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ് ഓവർ ഡോസ് എടുക്കില്ല. അപ്പോൾ സാലിസിലേറ്റൊക്കെ ഓവർ ഡോസ് ഇതുപോലെ കഴിക്കുവാണ്. 15 അല്ലെങ്കിൽ 30 ഗ്രാം ഒരു സമയം ഇതുപോലെ അവർ ഓവർ ഡോസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. കാരണം ഇത് കഴിക്കുമ്പോൾ സ്റ്റൊമക് അപ്സെറ്റ്, GI ബ്ലീഡിങ്ങിന് കാരണമാകും. അതുപോലെ തന്നെ ഈ മരുന്ന് കൂടുതലായിട്ട് കഴിക്കുന്നത് വഴി അവരുടെ റിങ്ങിങ് സൗണ്ട്, ടിനീറ്റസ്, റിങ്ങിങ് സൗണ്ടൊക്കെ കേൾക്കും. പേഷ്യൻറ്റിന് കൺവൽഷനൊക്കെ പെട്ടെന്ന് തന്നെ നോസിയ, വോമിറ്റിംഗ് ഉണ്ടാകി. ഈ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരും. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അതുപോലെ തന്നെ കൺവൽഷൻ വരാം, കൺഫ്യൂഷൻ വരാം, ഡെലീരിയം, കോമ, ഈവൻ ആ ഒരു കോമ സ്റ്റേജൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെത്തൊക്കെ വരാം. ഓക്കെ. സോ ഇതെല്ലാം സീരിയസ് ആയിട്ടുള്ള കുറേ സൈഡ് എഫക്ട്സ് ആണ്. ടാബ്ലറ്റ് ഓവർ ഡോസ് 15 തൊട്ട് 30 ഗ്രാം വരെയൊക്കെ എടുക്കുന്ന കേസുകളിലാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. സാധാരണ മിനിമം ഡോസൊക്കെ എടുക്കുകയാണെങ്കിലൊന്നും ഈ സൈഡ് എഫക്റ്റ് ഒന്നും വരത്തില്ല. ഓക്കെ. പിന്നെ ഡ്രഗ് ഇൻ്ററാക്ഷൻ. അടുത്തത് ഡ്രഗ് ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ?
മറ്റ് ഏതൊക്കെ ഡ്രഗ്സിൻ്റെ കൂടെ ഇത് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് പറയുന്നത് ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ അകത്ത്. അതിനകത്ത് മെയിനായിട്ടും പ്രോബെനാസിഡ്. ഓക്കെ, പ്രോബെനാസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗൗട്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ബോഡിയിൽ യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ആകുന്ന ഒരു അവസ്ഥയാണ് ഗൗട്ട്. ആ ഗൗട്ടിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് പ്രോബെനാസിഡ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി പ്രോബെനാസിഡ് ഗൗട്ടിന് വേണ്ടി പ്രോബെനാസിഡ് കഴിക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് NSAIDs കൊടുക്കുകയാണ്, പെയിൻ കില്ലറായിട്ട് NSAIDs കൊടുക്കുകയാണെങ്കിൽ ഈ യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷനെ അത് ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. അതായത് പ്രോബെനാസിഡ് എന്ന് പറയുന്ന ഡ്രഗിൻ്റെ ആക്ഷൻ കുറയും, ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, 2 ലിഥിയത്തിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ, ലിഥിയം ഒരു മൂഡ് സ്റ്റെബിലൈസറാണ്. ഓക്കെ, അപ്പോൾ ലിഥിയം കഴിക്കുന്ന ആൾക്കാർക്ക് NSAID കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ലിഥിയം ടോക്സിസിറ്റി, ലിഥിയത്തിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് കാണും. അപ്പോൾ ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രോബെനാസിഡിൻ്റെ കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം, ലിഥിയത്തിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ അടുത്തത് ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ്. ഓക്കെ, സോ ഡയബറ്റീസിന് ഓറൽ ടാബ്ലറ്റ്സ് കഴിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ NSAID കൊടുക്കുകയാണെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് എഫക്റ്റ് കൂടും, അതായത് ഷുഗർ കുറയാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ, അതായത് ഓറൽ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ NSAID കൂടെ കൊടുക്കുമ്പോൾ ഷുഗർ കുറയാനുള്ള പോസിബിലിറ്റി, അതായത് ഡയബറ്റിക്കിൻ്റെ ഡ്രഗ്സിൻ്റെ എഫക്റ്റ് കൂടും. ഓക്കെ, പിന്നെ വാർഫാരിൻ്റെ കൂട്ടത്തിൽ, വാർഫാരിൻ എന്തുവാണെന്നറിയാമല്ലോ, അത് ആൻറ്റികോയാഗുലൻ്റ് ആണ്, നമ്മുടെ ബ്ലഡ് തിന്നറാണ് വാർഫാരിൻ. ഓക്കെ, സോ അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു NSAIDsന് ഒരു ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള, കാരണം പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് NSAIDs. അതുകൊണ്ട് തന്നെ അത് വാർഫാരിൻ്റെ കൂട്ടത്തിൽ NSAID കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബ്ലീഡിങ് ടെൻഡൻസി പിന്നെയും കൂടും. ഓക്കെ, അപ്പോൾ വാർഫാരിൻ്റെ കൂടെയും വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. പിന്നെ സ്റ്റിറോയിഡ്സ്. ഓക്കെ, സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ബോഡി വളരെ സെൻസിറ്റീവ് ആകും സ്റ്റിറോയിഡ്സ് കൊടുക്കുമ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ NSAID കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് അപ്സെറ്റും GI ബ്ലീഡിങ്ങിനുള്ള പോസിബിലിറ്റിയും ഒക്കെ വീണ്ടും ഫർദർ ഇൻക്രീസ് ആകും. ഓക്കെ, സോ അതുകൊണ്ട് സ്റ്റിറോയിഡ്സ് കൊടുക്കുന്ന ആൾക്കാർക്ക് NSAID കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, GI ബ്ലീഡിങ്ങിനുള്ള സ്റ്റൊമക്ക് അപ്സെറ്റിനുള്ള പോസിബിലിറ്റി വീണ്ടും കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ഡ്രഗ് ഇൻ്ററാക്ഷൻ്റെ അകത്ത് വരുന്നത്. പ്രോബെനാസിഡ്, പിന്നെ നമ്മുടെ ലിഥിയത്തിൻ്റെ കൂടെ ഓറൽ ആൻറ്റി ഡയബറ്റിക്കിൻ്റെ കൂട്ടത്തിൽ, പിന്നെ വാർഫാരിനും കോർട്ടിക്കോസ്റ്റീറോയിഡ്സും, ഇങ്ങനെയുള്ള ഡ്രഗ്സിൻ്റെയൊക്കെ കൂടെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അടുത്തത് കോഷൻസ്, ഏതൊക്കെ സമയത്ത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഒന്നാമത്തെ കാര്യം, NSAIDs ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ലോ ഡോസ് ആയിരിക്കണം ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ലോ ഡോസിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നു. രണ്ടാമത്തെ കാര്യം, പ്രൊലോങ് യൂസ് ഓഫ് NSAID. കുറേ നാളായിട്ട് നമുക്ക് NSAID ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആൻറ്റാസിഡ് നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, സോ ഏതെങ്കിലും ആൻറ്റാസിഡ് അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ, അങ്ങനെ സ്റ്റൊമക്ക് ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ കൂട്ടത്തിൽ വേണം NSAID പ്രൊലോങ് ആയിട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ സ്റ്റോപ്പ് ദീസ് ഡ്രഗ്സ് 1 വീക്ക് പ്രയോർ ടു സർജറി. ഈ ആസ്പിരിനൊക്കെ ആണെങ്കിൽ ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് തന്നെ സർജറിക്കൊക്കെ പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് 1 വീക്ക് പ്രയോർ ടു സർജറി ഈ NSAIDs ഒക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതുപോലെ ഇബ്യൂപ്രൂഫിനും ആസ്പിരിനും ഒക്കെ നമ്മൾ ആസ്മ പേഷ്യൻസിന് കൊടുക്കത്തില്ല. ഓക്കെ, ആസ്മയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇബുപ്രോഫിനും ആസ്പിരിനും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതാണ് വാർണിംഗ് അല്ലെങ്കിൽ കോഷനകത്ത് പറയാനുള്ള. പിന്നെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഓഫ് NSAID ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹിസ്റ്ററി കളക്ഷൻ, പ്രോപ്പർ ഹിസ്റ്ററി കളക്ഷൻ വേണം. പേഷ്യൻറ്റിന് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ, പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ, കൺവൾഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ, ഇയർ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, റീനൽ പ്രോബ്ലം, ലിവർ പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതിന് മുന്നേ, എന്തൊക്കെ മരുന്നുകളാണ് അവരെടുക്കുന്നത്, ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, വാർഫാരിൻ എന്തെങ്കിലും കഴിക്കുന്നയാളാണോ എന്നറിയണം, കൺവൾഷൻ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നയാളാണോ എന്നറിയണം, ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളയാളാണോ എന്നറിയണം. ഇതൊക്കെ പ്രോപ്പർ ഹിസ്റ്ററി കളക്ഷൻ നമ്മൾ എടുത്തിരിക്കണം. പ്രോപ്പർ മെഡിക്കൽ ഹിസ്റ്ററിയും സർജിക്കൽ ഹിസ്റ്ററിയും എടുത്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അഡ്വൈസ് ദ പേഷ്യൻറ്റ് ടു ഇൻക്രീസ് ഓറൽ ഫ്ലൂയിഡ് ഇൻടേക്ക്. ഓക്കെ, കൂടുതൽ വെള്ളം കുടിക്കാൻ പറയണം. കാരണം നമ്മൾ
ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനൊക്കെ വരണമെങ്കിൽ 3 to 5 grams per day കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടിയ അളവിൽ ഈ പറഞ്ഞ ഡ്രഗ്സൊക്കെ പാരസെറ്റമോളോ അല്ലെങ്കിൽ അതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി അത് ഹെവി ഡോസാണ്. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം കുടിച്ച് യൂറിനായിട്ട് അത് എക്സ്ക്രീറ്റ് ആയി പോകണം, നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആവണം. അല്ലെങ്കിൽ അത് ടോക്സിക് ലെവലിലേക്ക് വരും, റീനൽ ഡാമേജും ലിവർ ഡാമേജും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂട്ടാനായിട്ട് അവരോട് പറയുക. ഓക്കെ. 3, എക്സ്പ്ലെയിൻ ദെം അബൌട്ട് ദ സൈഡ് എഫക്റ്റ്. ഇപ്പോൾ കോമൺ ആയിട്ട് ഇതുപോലെ ഹൈ ഡോസസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് തലവേദനയോ നോസിയ, വോമിറ്റിംഗ്, ഡിസിനെസ് ഇതൊക്കെ ചെറിയ രീതിക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ചെറിയ രീതിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളാണ്. പക്ഷെ കൂടിയ രീതിക്ക് ഇവർക്ക് തലവേദന, സിവിയറായിട്ടുള്ള തലവേദന, സിവിയറായിട്ടുള്ള വയറുവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറുടെ അടുത്ത് വരാനായിട്ട് പറയുക. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്സിക് ലെവലിൽ പോകുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആസ്പിരിനൊക്കെ കഴിക്കുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും സ്ട്രോക്കിൻ്റെ തലയിൽ ബ്ലീഡിങ് ആവുന്നതിൻ്റെയോ അല്ലെ വയറ്റിൽ ബ്ലീഡിങ് ആവുന്നതിൻ്റെയോ ലിവർ ഡാമേജോ റീനൽ ഡാമേജോ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ സിംറ്റംസൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ടോക്സിക് ലെവലിലേക്ക് വരുന്ന സിംറ്റംസ് എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറയുക. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവരുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യം. പിന്നെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കാര്യം. പിന്നെ വേറൊരു കാര്യം അഡ്വൈസ് ചെയ്യാനുള്ളത്, അഡ്വൈസ് ദം ടു ടേക്ക് ദിസ് ഡ്രഗ് വിത്ത് ഫുഡിൻ്റെ കൂടെ കഴിക്കാൻ പറയുക, അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ് കഴിക്കാൻ പറയുക. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് എന്തെങ്കിലും ചായയോ ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഈ ഡ്രഗ്. കാരണം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഫുഡിൻ്റെ കൂട്ടത്തിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് കുറയ്ക്കാം. അപ്പോൾ അഡ്വൈസ് ദം ടു ടേക്ക് ആഫ്റ്റർ ഫുഡ്. പിന്നെ ഓൾസോ അഡ്വൈസ് ദ പേഷ്യൻറ്റ് ടു ടേക്ക് ദിസ് ഡ്രഗ് നോട്ട് എലോങ് വിത്ത് ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് ആൽക്കഹോൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ എങ്ങാനും ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡ്രഗിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കരുത്. കാരണം അവരുടെ ബ്ലീഡിങ് ടെൻഡൻസി, ഈ സൈഡ് എഫക്ട്സ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, ലിവർ ഡാമേജിനൊക്കെയുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ആൽക്കഹോളിൻ്റെ കൂട്ടത്തിൽ ഈ ഡ്രഗൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. സോ ഇതാണ് നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തത് NSAID, വാട്ട് ഈസ് NSAID, അതിൻ്റെ ഇൻഡിക്കേഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, സൈഡ് എഫക്റ്റ്, ഡ്രഗ് ഇൻ്ററാക്ഷൻ നോക്കി. ഓക്കെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് കോഷൻ, എന്തൊക്കെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുമ്പോൾ എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത്യാവശ്യം NSAIDനെ പറ്റി എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ കൺസൈസായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫാർമക്കോളജി പൊതുവെ BSc നഴ്സിങ്ങിന് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റായിട്ട് കാണുന്നത്. അപ്പം മലയാളത്തിൽ ഇത് ഓരോ ഡ്രഗിനെ പറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗിനെ പറ്റി മലയാളത്തിൽ ചുരുക്കി ഒന്ന് എളുപ്പത്തിൽ പറയുവാണെങ്കിൽ കുറേ കുട്ടികൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നിയുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ.